സെക്സിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് രതിമൂർച്ചയാണ്. അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അവകാശമാണ്. ഇരുവർക്കും രതിമൂർച്ച ലഭിക്കുന്നതും അതിൻ്റെ നിർവൃതിയിൽ പരസ്പരമുള്ള ലാളനകളുമാണ് ദാമ്പത്യ ബന്ധത്തെ ദൃഢമാക്കുന്നത്. എന്നാൽ എല്ലാ ബന്ധപ്പെടലുകളിലും രതിമൂർച്ച ഉറപ്പാക്കാൻ ദമ്പതികൾക്ക് കഴിയുന്നുണ്ടോ സംശയമാണ്. പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു ജോലിയായി പലർക്കും ലൈംഗിക ബന്ധം മാറിയതാണ് വിവാഹമോചനങ്ങൾ വർദ്ധിക്കാൻ പോലും കാരണം. സെക്സ് എത്ര സമയം നീണ്ടു നിൽക്കണം, എത്ര സമയം എടുത്താൽ രതിമൂർച്ചയിലെത്താം എന്നതിനൊന്നും കൃത്യമായ ഉത്തരം കണ്ടെത്താനാവില്ല. എത്ര കൂടുതൽ സമയം എടുത്തു എന്നതിലല്ല, എത്രമാത്രം ആഹ്ലാദം ലഭിച്ചു എന്നതിലാണ് കാര്യം. ചിലർ വളരെ കുറച്ചു സമയം കൊണ്ട് ആനന്ദത്തിൻ്റെ സ്വർഗാനുഭൂതിയിലെത്തും. മറ്റു ചിലരാവട്ടെ ഏറെ നേരത്തെ ആസ്വാദനത്തിന് ശേഷമാണ് മലമുകളിൽ എത്തുന്നത്. ലൈംഗികതയിൽ പുരുഷനാണ് ആധിപത്യം എന്ന വിശ്വാസം ചിലർക്കുണ്ട്. എന്നാൽ അത് തെറ്റാണ്. യെസ് എന്നോ നോ എന്നോ പറയാനുള്ള പൂർണ്ണ അധികാരം ഇന്ന് സ്ത്രീകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. പരസ്പര ബഹുമാനത്തിലൂടെയും സ്നേഹത്തിലൂടെയുമേ നല്ല ലൈംഗിക ബന്ധം സാധ്യമാകും. ലിംഗയോനി സംയോഗത്തിലൂടെയാണ് എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച ഉണ്ടാകുന്നത് എന്നതും മിഥ്യാധാരണയാണ്. 50% സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരത്തിൽ രതിമൂർച്ച അനുഭവപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളവർ മറ്റു പല മാർഗങ്ങളിലൂടെയാണ് സുഖത്തിൻ്റെ പരകോടിയിൽ എത്തുന്നത്. പൂർവ്വകേളികളുടെ കൃത്യമായ പ്രയോഗമാണ് സ്ത്രീകളെ ഇതിന് സഹായിക്കുന്നത്. ലിംഗപ്രവേശനത്തിന് മുമ്പ് പൂർവ്വകേളികൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് വിജയകരമായ സെക്സിന് ഏറ്റവും ആവശ്യമായി ഉള്ളത്. ഓരോ ബന്ധപ്പെടലിന് മുമ്പ് ഏകദേശം 25 മിനിറ്റ് വരെ പൂർവ്വകേളി നടത്തുന്നതിലൂടെ സുഖം ഇരട്ടിയാക്കാൻ സഹായിക്കുന്നു. ലിംഗപ്രവേശനം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സനഞ്ഞെട്ടുകൾ വലുതാകുന്നതും യോനിയിലെ നനവും അവൾ ശാരീരികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ്. എങ്കിലും ലിംഗപ്രവേശനത്തിന് മാനസികമായി തയ്യാറെടുപ്പും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സിഗ്നൽ നൽകിയ ശേഷം ലിംഗം പ്രവേശിക്കുന്നത് സുഖകരമായ കേളി സാധ്യമാക്കുന്നു. ലിംഗപ്രവേശനത്തിന് ശേഷം പുരുഷൻ ആവേശത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നതിന് മുമ്പേ തനിക്ക് സ്ഖലനം സംഭവിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതിനിട നൽകാതെ ലിംഗം യോനിയിൽ നിന്ന് പുറത്തെടുക്കണം. എന്നിട്ട് കുറച്ചു നേരം വിശ്രമിക്കണം. അപ്പോഴത്തെ ആവേശം ഒന്നടങ്ങിയതിന് ശേഷം വീണ്ടും ലിംഗം പ്രവേശിച്ച് മൈഥുനം തുടരാം. രണ്ടുപേർക്കും ഒരേ സമയം രതിമൂർച്ച വരണമെന്നില്ല. എങ്കിലും അതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. എങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് വന്നാലോ അവിടെ സ്വർഗം ഉദിച്ചുയരും.